പാലത്തിനു വേണ്ടി തോടിന് കുറുകെ 3 കോൺക്രീറ്റ് തൂണുകൾ നാട്ടിയിട്ട് വർഷം 14 കഴിഞ്ഞു. എന്നാൽ ഇതുവരെ പാലം മാത്രം വന്നില്ല. അടൂർ പ്രകാശ് MLA ആയിരിക്കെ കോന്നി നിയോജക മണ്ഡലത്തിലെ കൈപ്പട്ടൂരിൽ ആരംഭിച്ചതാണ് പാലം നിർമ്മാണം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം മാത്രം പൂർത്തിയായില്ല. പാതി വഴിയിൽ പണി നിലച്ചതോടെ പ്രദേശവാസികളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലായി. തൂണ് നാട്ടിപ്പോയ ജനപ്രതിനിധികൾ ആരും പിന്നീട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. വലിയ പ്രതീക്ഷയിലായിരുന്നു കൈപ്പട്ടൂരിലെ 100-ലധികം കുടുംബങ്ങൾ. 6 കുറുകെ ഒരു പാലം വന്നാൽ പല വിധത്തിലുള്ള ക്ലേശങ്ങൾ മാറുമെന്നായിരുന്നു നാട്ടുകാർ കരുതിയിരുന്നത്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനും നാട്ടുകാർക്ക് സമീപത്തുള്ള മറ്റിടങ്ങളിലേക്ക് പോകാനും കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നത് പാലം വന്നാൽ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ നാട്ടുകാരുടെ പ്രതീക്ഷകളെല്ലാം പിന്നീട് തച്ചുടയ്ക്കപ്പെട്ടു. ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന സിനിമാ ഡയലോഗ് പോലെയായി കൈപ്പട്ടൂർ നിവാസികളുടെ ജീവിതം. പാലവും വന്നില്ല, പാലം പണിയുമെന്ന് പറഞ്ഞ ജനപ്രതിനിധികളും പിന്നീട് പ്രദേശത്തേക്ക് എത്തിയതുമില്ല. പാലം പുതുക്കി പണിയണമെന്നുള്ള ആവശ്യം നാട്ടിൽ പലയിടത്തു നിന്നും ഉയർന്നു കേൾക്കാറുണ്ട്. എന്നാൽ പത്തനംതിട്ട കൈപ്പട്ടൂരിൽ പാലം പതുക്കെ പോലും പണിയുന്നില്ല. 14 വർഷം മുമ്പ് പാലത്തിനു വേണ്ടി 3 തൂണ് നാട്ടിയതല്ലാതെ പാലമായില്ല. ഇതോടെ ഇവിടുത്തുകാരുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലായി. പാലം പണി പൂർത്തിയായാലുള്ള മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തെക്കുറിച്ച് ഇപ്പോഴും ജനപ്രതിനിധികളെ ഓർമ്മിപ്പിക്കുകയാണ് നാട്ടുകാർ. അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലവുമില്ല, ജനങ്ങളുടെ കടമുള്ളത് ജനങ്ങൾക്ക് കയറി ഇറങ്ങാനുള്ള ആ കടവുമില്ല. മാത്തൂർ ഭാഗത്തുള്ളവർക്ക് 6 കിലോമീറ്റർ ചുറ്റി വേണം ഓമല്ലൂർ ഇപ്പട്ടൂരേക്ക് വരാൻ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ചേർത്ത് ഇറങ്ങിക്കയറാനും ഒക്കത്തില്ല. കാൽനട മറ്റും വെള്ളം താഴുമ്പോൾ കാൽനട സഞ്ചരിക്കാൻ വളരെ സൗകര്യമായിരുന്നു. കുളിക്കടവില്ല, അതെല്ലാം നശിപ്പിച്ചു. ഈ പാലം ഉണ്ടോ അതുമില്ല. പാലം 3 തുള്ളർ ഇങ്ങനെ തൂണായിട്ട് ഇങ്ങനെ നിൽക്കുക. 14 വർഷത്തോളമായി. അധികാരികൾക്ക് ഇത് യാതൊരു ശ്രദ്ധയില്ല. ദ്രുതഗതിയിൽ 3 തൂണ് നാട്ടി. എന്നാൽ പിന്നീട് അങ്ങോട്ട് വർഷങ്ങൾ കഴിഞ്ഞതല്ലാതെ ഒച്ചിഴയുന്ന വേഗം പോലും പാലം പണിക്കുണ്ടായില്ല. ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇവിടോട്ട് ഇറങ്ങാനൊക്കത്തില്ല. ഇപ്പം കണ്ടില്ല, കുഴി പോലെ ആയിപ്പോയി. ആ ഇറങ്ങുന്നിടം കയമായി. അവിടെ നിന്ന് കുളിക്കാനും ഒക്കത്തില്ല. പാലം വന്നാൽ ഞങ്ങൾക്ക് കുളിക്കടവ് കിട്ടുമല്ലോ. പിന്നെ അക്കരെയുള്ളവർക്കും ഇറങ്ങിക്കയറാൻ സൗകര്യമുണ്ട്. ബുദ്ധിമുട്ട് മെയിനായിട്ട് നേരത്തെ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നടന്ന് അക്കരെ കയറായിരുന്നു. ഈ പാലം വന്നാൽ പിന്നെ നമുക്ക് അക്കരെ നടന്ന് കയറാൻ പറ്റത്തില്ല. കിലോമീറ്ററുകൾ ചുറ്റി വേണം അപ്പുറത്ത് പോകാൻ. പിന്നെ KV പഠിക്കുന്ന കുറേ കുട്ടികൾ ഈ നരിയാപുരം കൈപ്പട്ടൂർ വള്ളിക്കോട് ഭാഗങ്ങളുണ്ട്. ഈ പാലം വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അവിടെ എത്തിച്ചേരാൻ പറ്റും. ഈ പാലം ഇല്ലാത്തവർ കിലോമീറ്ററുകൾ ചുറ്റി വേണം സ്കൂളുകളൊക്കെ ചെല്ലാൻ. പാലം വന്നാൽ ആശ്വാസമാകുമെന്ന് കരുതിയ നാട്ടുകാർക്കിപ്പോൾ ബുദ്ധിമുട്ട് ഇരട്ടിയായി. കടവിലേക്ക് ഇറങ്ങാനും കയറാനും അങ്ങേയറ്റം പ്രയാസപ്പെടേണ്ടി വരുന്നു. പല വിധത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങൾ പാലം പണിയെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. മുൻ MLA ആയിരുന്ന അടൂർ പ്രകാശാണ് ഈ സ്ഥാപനം ഇവിടെ കൊണ്ടുവന്നത്. ഈ പാലം തൂണും ഇങ്ങനെ നാട്ടിയത്. അതായത് അക്കരെയുള്ള മാത്തൂരും മുറിപ്പാറയുള്ള ആൾക്കാർക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറഞ്ഞാൽ കൈപ്പറ്റൂരാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ വരാനുള്ള വഴിയായിരുന്നത്. അത് തന്നെയല്ല, ഇതുപോലെ തന്നെ തൃപ്പാറയുണ്ട് ഒരു പാലത്തിന് തൂണ് നാട്ടിയിട്ടുണ്ട്, 3 തൂണ്. അങ്ങനെ പലയിടത്തും ഉണ്ട്. ഇതെങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? ഇത് അധികാരികൾ ഇതിനകത്ത് ശക്തമായ രീതിയിൽ ഇത് ഒന്നിൽ പാലം ഉണ്ടാക്കുക, ഇപ്പം കുളിക്കടവ് നശിച്ചു, അല്ലെങ്കിൽ ഇത് വീണ്ടും ഇവിടുന്ന് മാറ്റി തരുക ജനങ്ങൾക്ക് വേണ്ടി. വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ പുതിയ വാഗ്ദാനങ്ങൾ നൽകുന്നതിന് പകരം നേരത്തെ നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. രണ്ട് പഞ്ചായത്തിലെ ആളുകൾക്ക് സൗകര്യമൊരുക്കാൻ വേണ്ടിയായിരുന്നു പാലം പണിയാനുള്ള തീരുമാനം. എന്നാൽ പാലം പണി പാതി വഴിയിൽ നിലച്ചതോടെ ഇവിടുത്തെ ആളുകളുടെ ജീവിതം കൂടുതൽ അസൗകര്യപ്രദമായി മാറി. കടവിലേക്ക് ഇറങ്ങാനും കയറാനും കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പത്തനംതിട്ട കൈപ്പട്ടൂരിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.